നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സാബി അലോൺസോക്ക് പകരം പുതിയ കോച്ചിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റയൽ മാഡ്രിഡ്. മറ്റാരുമല്ല, സാബിയെ പുറത്താക്കിയപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നയാൾ തന്നെയാണ് കോച്ചായി വന്നിരിക്കുന്നത്. അൽവാരോ ആർബിലോയെ പുതിയ ഫസ്റ്റ് ടീം കോച്ചായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നു, ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി കഴിഞ്ഞു. റയൽ മാഡ്രിഡിൻ്റെ യൂത്ത് ടീമിൻ്റെ കോച്ചാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അദ്ദേഹം, കൃത്യമായി പറഞ്ഞാൽ 2020 മുതൽ അദ്ദേഹം അവിടെ വ്യത്യസ്ത ഏജ് ഗ്രൂപ്പിലുള്ള ടീമുകളെയൊക്കെ പരിശീലിപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ ഉണ്ട്. സോ അദ്ദേഹത്തെ ഇപ്പോൾ ഫസ്റ്റ് ടീമിൻ്റെ കോച്ചായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇങ്ങനെയാണ്: റയൽ മാഡ്രിഡ് CF അനൗൺസസ് ദാറ്റ് അൽവാരോ ആർബിലോയ ഈസ് ദി ന്യൂ ഫസ്റ്റ് ടീം കോച്ച്. എന്നിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം റയൽ മാഡ്രിഡ് കാസ്റ്റിയയുടെ മാനേജറാണ് സിൻസ് ജൂൺ 2025. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എൻ്റയർ കോച്ചിങ് കരിയർ റയൽ മാഡ്രിഡിൻ്റെ യൂത്ത് അക്കാഡമിയിലാണ് ചിലവഴിക്കുന്നത് 2020 മുതൽ. അങ്ങനെ വ്യത്യസ്ത, അതായത് ആദ്യം യൂത്ത് ടീമിനെ, പിന്നെ റയൽ മാഡ്രിഡ് ബി ടീമിനെ ഒക്കെ, കസ്റ്റിയയൊക്കെ പരിശീലിപ്പിച്ച് അങ്ങനെ റയൽ മാഡ്രിഡിൽ തന്നെ തൻ്റെ കോച്ചിങ് കരിയർ മുഴുവനും സ്പെൻഡ് ചെയ്ത ആളെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ടീമിൻ്റെ കോച്ചായിട്ട് പ്രഖ്യാപിക്കുന്നു. കോച്ച് എന്ന നിലയിലും അദ്ദേഹം റയൽ മാഡ്രിഡ് ടീമിൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹം ടീമിന് വേണ്ടി 2009 മുതൽ 2016 വരെ കളിച്ച് 238 ഒഫീഷ്യൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ആ സമയത്ത് 8 കിരീടങ്ങൾ റയൽ മാഡ്രിഡിനൊപ്പം അദ്ദേഹം ചൂടിയിട്ടുണ്ട്. അതായത് 2 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ്, ഒരു യുവേഫ സൂപ്പർ കപ്പ്, ഒരു ലാലിഗ കിരീടം, 2 കോപ്പ ഡെൽ റേ കിരീടങ്ങൾ, ഒരു സ്പാനിഷ് സൂപ്പർ കപ്പ്. ഈ കിരീടങ്ങളൊക്കെ അദ്ദേഹം നേടിയ കാര്യം ഇതാ റയൽ മാഡ്രിഡ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരാധകരെ ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് ദേശീയ ടീമിനോടൊപ്പം അൽവാരോ ആർബിലോയ ഹിസ്റ്റോറിക് എറയിൽ ഭാഗമായിട്ടുണ്ടെന്ന് പറയുന്നു. 2010 വേൾഡ് കപ്പ് വിന്നിംഗ് ടീം, സൗത്ത് ആഫ്രിക്ക വേൾഡ് കപ്പ് വിന്നിംഗ് ടീമിലും, അതുപോലെ തന്നെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ്, യൂറോ കപ്പ് 2008, 2012 ആ ഘട്ടത്തിലും അദ്ദേഹം ടീമിൻ്റെ ഭാഗമായിരുന്നു. 56 മത്സരങ്ങൾ സ്പെയിനിന് വേണ്ടി കളിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇപ്പോൾ റയൽ മാഡ്രിഡ് തന്നെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഇപ്പോൾ പുതിയ കോച്ചിനെ അവർ പ്രഖ്യാപിക്കുമ്പോൾ എത്ര കാലത്തേക്കാണ്, ഇൻട്രീം കോച്ചാണെന്നൊന്നും പറയുന്നില്ല. അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫസ്റ്റ് ടീം കോച്ചായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ അദ്ദേഹം അവിടെ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. റയൽ മാഡ്രിഡ് ഇപ്പോൾ സാബി അലോൺസോയെ സാക്ക് ചെയ്ത് അവരുടെ മറ്റൊരു മുൻതാരമായ അൽവാരോ ആർബിലോയെ കോച്ചായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.